ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമുക്ക് 4 ടാർഗറ്റ് അടിച്ചാണ് ഒരു ദിവസമാണ്. അതായത് 2 ബാങ്ക് നിഫ്റ്റി ടാർഗറ്റും 2 നിഫ്റ്റി ടാർഗറ്റും ഫുൾ ടാർഗറ്റാണ് അച്ചീവ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ലെവൽസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് കാണാം, നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് കാണാം. നമുക്ക് ഫസ്റ്റ് അത് എങ്ങനെയാണ് വർക്ക് ചെയ്തേക്കണമെന്ന് നോക്കി നോക്കാം. ആദ്യം നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ലെവലുകളൊക്കെ നമുക്ക് കാണാം. ഞാൻ കൊടുത്തണ ലെവൽ തന്നെയാണ്. അപ്പോൾ രാവിലത്തെ ആദ്യത്തെ ക്യാൻഡിൽ തന്നെ നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു, പിന്നെ അടിയിലേക്ക് വരെ ചെയ്തു. പിന്നെ അടുത്തൊരു ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഭാഗത്തേക്ക് വന്നു. പിന്നെ അതിൻ്റെ അടിയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് എൻട്രിയാണ് പിന്നെ നോക്കണത്. അതായത് ബയേഴ്സ് മുകളിൽ ക്ലോസ് ചെയ്ത ശേഷം സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. അങ്ങനെ റിജക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ അതായത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യുക മീൻസ് അവിടെ ഒരു ബൈയിങ് പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അല്ല, സെല്ലേഴ്സ് പിന്നെ ലെവലിൻ്റെ ഇടയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെല്ലേഴ്സാണ് വിൻ ചെയ്യണത്. അപ്പോൾ പിന്നെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഇതാകുമ്പോൾ പ്രോബബിലിറ്റി കൂടുതലാണ് ഈ ട്രേഡ്. അതാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെയാണ് സെല്ലേഴ്സ് വിൻ ചെയ്ത ക്യാൻഡിൽ വന്നേക്കണത്. ഈ ക്യാൻഡിൽ വന്ന ശേഷം നമുക്ക് ട്രേഡ് എടുക്കാം. അതൊരു 20 പോയിൻ്റ് എസ് ഇട്ടിട്ട് സ്ട്രൈക്കിൽ അത് 10 പോയിൻ്റ് ഉണ്ടാവുള്ളൂ. അത് നേരെ പോയിട്ട് നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് കറക്റ്റ് ടാർഗറ്റ് അടിച്ചേക്കാണ്. ഒന്നെങ്കിൽ അവിടെ എക്സിറ്റ് അടിക്കാം, അല്ലെങ്കിൽ ടാർഗറ്റ് അടിച്ച ക്യാൻഡിലിൻ്റെ അടിയിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ട്രെയിൽ ചെയ്യാം. എന്തായാലും അത് ബ്ലാസ്റ്റിംഗ് ആയിട്ടാണ് പോയിക്കണത്. ഇനി ബാങ്ക് നിഫ്റ്റി രാവിലെ കൊടുത്ത ലെവൽസ് നമുക്ക് കാണാം. ബാങ്ക് നിഫ്റ്റി നമ്മുടെ ലെവലിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തേക്കണത്. പിന്നെ നമുക്കൊരു സെല്ലേഴ്സിൻ്റെ ക്യാൻഡിലാണ് വേണ്ടത്. അതായത് നമ്മുടെ മുകളിൽ ക്ലോസ് ചെയ്തു ബാങ്ക് നിഫ്റ്റി ആ ലെവലിൻ്റെ. പക്ഷേ എന്നിട്ടൊരു സെല്ലേഴ്സ് ഇവിടെ കണ്ടു. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കാം. ഇത് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല. സ്പോട്ടിലൊന്നും അവിടെ ലിമിറ്റ് ഓർഡറിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ സ്ട്രൈക്കിലാണല്ലോ ചെയ്യണത്. സ്ട്രൈക്കിലാണല്ലോ എടുക്കുക. അപ്പോൾ നമുക്കൊരു സെല്ലേഴ്സിന് വേണ്ട എൻട്രി എടുക്കുക, ഒരു പ്രശ്നമില്ല. നമുക്ക് 20-30 പോയിൻ്റ് എസ് എൽ ഇട്ടിട്ട്, അതായത് സ്ട്രൈക്കിൽ എസ് എൽ ഇട്ടിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നിന്ന് എടുത്തവർക്കാണെങ്കിൽ എസ് എൽ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എൽ നടിക്കാൻ ഒരു വകുപ്പില്ല. നല്ല പ്രൊട്ടക്റ്റഡ് ആണ് അവിടെ നമ്മുടെ ലെവൽസൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ അടുത്തൊരു ലെവൽ വരെ വെയിറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ 100-300 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റാണ്. അതായത് എൻഡ് ഓഫ് ദ ഡേ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എൻഡ് ഓഫ് ദ ഡേയിലേക്ക് അത് 300 പോയിൻ്റൊക്കെയാണ് പ്രോഫിറ്റ്. അല്ലെങ്കിൽ നമുക്കൊരു 100-200 പോയിൻ്റൊക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ സ്പോട്ട് ചാർട്ടുകളൊക്കെ. ഞാൻ പിന്നെ രാവിലെ ഒരു 7 മണി 7:30 ആകുമ്പോൾ എല്ലാ ദിവസവും സ്പോട്ട് ചാർട്ടിൽ വരുന്ന ട്രേഡുകൾ എങ്ങനെ എടുക്കേണ്ടത് അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ടെലിഗ്രാമിൽ. അപ്പോൾ അതൊക്കെ തികച്ചും ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്കും ആ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. വലിയ റൂൾസും കാര്യങ്ങളൊന്നുമില്ല. ഈസിയായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും ഡെയിലി. ഇനി നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്ക് പോകാം. ഇന്ന് 2 നിഫ്റ്റിയും 2 ബാങ്കും ആണ് കൊടുത്തേക്കണത്. ബാങ്കിൻ്റെ 2 സ്ട്രൈക്കും നിഫ്റ്റിയുടെ 2 സ്ട്രൈക്കും. നമുക്കൊന്ന് പികൾ ആക്റ്റീവായിട്ടില്ല. പി പറഞ്ഞാൽ നമ്മുടെ ലെവലിലേക്ക് വന്നത് നമുക്ക് എസ് എൽ ആണ് വന്നത് 10 പോയിൻ്റ്. പിന്നെ ബാക്കി 4 എണ്ണം ടാർഗറ്റാണ്. നിഫ്റ്റിയിൽ നമുക്ക് ടാർഗറ്റ് വെച്ച ട്രേഡിലേക്ക് തന്നെ പോവാം. നമ്മളെടുത്ത എല്ലാ ട്രേഡുകളിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് ആകെ 5 ട്രേഡാണ് നമുക്ക് ആക്ടിവേറ്റ് ആയിരിക്കണത്. അതിൽ 4 എണ്ണം ടാർഗറ്റ് ഒരെണ്ണം എസ് എൽ ആണ്. ഇപ്പോൾ 52-100 സി ആണ് ഒരെണ്ണം ആക്ടിവേറ്റ് ആയിരിക്കണത്. 52-100 സി ഞാൻ രാവിലെ 9:19 കൊടുത്ത ട്രേഡാണത്. 9:19 എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ ക്യാനിലാണ്. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാം. ഞാൻ അടുത്ത് തന്നെ എടുക്കാം. എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവ് ആണ് അവിടെ. അത് ആക്റ്റീവായി. പിന്നെ നമുക്ക് ലിമിറ്റ് ഓർഡർ ഇട്ടിരിക്കുന്നവർക്കാണെങ്കിലും അവിടെ നിന്ന് എടുത്തൊക്കെ ആണെങ്കിലും ആ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് 1:5 ആണ്. 100 പോയിൻ്റ് ടാർഗറ്റാണ് അത് വന്നേക്കണത്. അതായത് 9:19 ഞാൻ കൊടുക്കുമ്പോൾ ക്യാനിൽ ഇതാണ് കേട്ടോ, ഈ ഗ്രീൻ ക്യാനിലാണ്. ശരിക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വരണേ, ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നൊരു ടൈം ലാഗാണ്. അത് ഇഷ്യൂ അതാണ്. നമുക്ക് ഈ റെഡ് ക്യാനിൽ വരുന്നതോട് കൂടിയിട്ട് ട്രേഡ് ആക്റ്റീവായി. ഇത് റെഡ് ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് അല്ലെങ്കിൽ ലിമിറ്റ് എങ്ങനെ നോക്കിയാലും ഈ ട്രേഡ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് 100 പോയിൻ്റ് ടാർഗറ്റ് അങ്ങനെ അടിച്ചാണത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് 52
300C ആണ്. 52 300C. 52 300C 9/18 ഞാൻ പറഞ്ഞത്. അതായത് ഈ സെല്ല് സ്കാനിൽ വന്നപ്പോഴാണ്, ഈ ക്ലോസ് ചെയ്തിട്ടില്ല അപ്പോഴാണ് ഞാൻ പറഞ്ഞത് 9/19. നിങ്ങൾക്കിത് ലിമിറ്റ് ഓർഡർ ഇട്ടിരുന്ന ആൾക്കാണെങ്കിലും ഇവിടെ നിന്ന് എടുത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഈ ട്രേഡ് ആക്ടിവേറ്റ്. അതായത് ഇവിടെ ഈ ക്യാനിൽ വന്നപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ ടൈമിൽ എടുത്തവർക്കാണെങ്കിലും ഇനിയിപ്പോൾ ലിമിറ്റ് ഓർഡറിൽ ഇട്ടിരുന്നവർക്കാണെങ്കിലും ഒക്കെ ആക്റ്റീവാണ്. നമുക്കത് 100 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് തന്നെയാണ് അച്ചീവ് ആയിക്കണത്. ഇതൊക്കെ ടൈം എടുത്തിട്ടാണ് അച്ചീവ് ആയിക്കണത് കേട്ടോ. പെട്ടെന്നൊന്നല്ല, ഇന്നത്തെ ദിവസം പെട്ടെന്നൊന്നും കിട്ടിയിട്ടില്ല, ടൈം എടുത്തിട്ടാണ് അല്ലാതെ. പിന്നെ നമുക്ക് 2 നിഫ്റ്റിയിലത്തെ ട്രേഡ് ഉണ്ടായിരുന്നത്. ഇതൊരു എസ് അടിച്ച ട്രേഡ് എന്ന് പറഞ്ഞാൽ 24,300 നിഫ്റ്റിയുടെ സ്ട്രൈക്കാണ് നമുക്ക് എസ് അടിച്ചത്. സ്ട്രൈറ്റ് എസ് ആയിരുന്നു. അതായത് ക്യാൻഡിൽ ക്ലോസ് കിട്ടി, സെല്ലേഴ്സിനെ കണ്ടു, എൻട്രി എടുത്തു, ലിമിറ്റ് ഓർഡർ ഇട്ടിരുന്നവർക്കും കിട്ടി, അല്ലാത്തവർക്കും കിട്ടി. എല്ലാവർക്കും ആണെങ്കിലും അത് 2 ക്യാൻഡിലിൽ എസ് ആയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എസ് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്കും, അല്ലെങ്കിൽ ഇത്തിരി ഡിലേ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റിലേക്ക് മിക്കതും പോകും. അതങ്ങനെയാണ് ആ ലെവലുകൾ. അതായത് തിരിച്ച് ഈ ലെവലിൻ്റെ മുകളിലേക്ക് വരെ നമ്മൾ പിന്നെയും ഇതേ സെല്ലേഴ്സിനെ പിന്നെയും നോക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇനി 24,200Cയും 24,300Cയിലായിരുന്നു അടുത്ത ട്രേഡുകളായിരുന്നത്. 24,200C ഇതൊക്കെ രാവിലെ 9:15 കൊടുത്ത ട്രേഡ്. കറക്റ്റ് 9:15 9:16 കൊടുത്തുന്ന ട്രേഡുകളാണ് 24,200C 24,300C. നമ്മുടെ ടെലിഗ്രാം ഫോളോ ചെയ്യണവർക്ക് ഒക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതായത് ഈ ഫസ്റ്റ് ക്യാൻഡിലാണ് ഞാൻ ഇത് പറഞ്ഞത്. പിന്നെ അത് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് എൻട്രി മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. മെയിനായിട്ട് 1 മിനിറ്റിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കിയാൽ നമ്മൾ ഒന്നും നടക്കില്ല. എന്നാൽ നമ്മൾ കാണുന്ന ക്യാൻഡിൽസിലൊന്നും കയറിയിട്ട് ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലേഴ്സ് വിൻ ചെയ്യണ കാലത്തൊന്നും നമ്മൾ എൻട്രി എടുത്തിട്ട് നമുക്ക് നഷ്ടം മാത്രമേ വരുള്ളൂ. അതായത് നമുക്ക് കണ്ടറിയാം, ഇവിടെ ഒരു സെല്ലേഴ്സ് ക്യാൻഡിൽ വന്നു, അടിയെ പോയി. പിന്നെ ഒരു പ്രൈസ് മുകളിൽ വന്ന് നോക്കി, പിന്നെ സെല്ലേഴ്സ് ക്യാൻഡിൽ കൊണ്ടുവന്നു, അടിയെ പോയി. പിന്നെ ഇവിടെ ക്ലോസ് കിട്ടി, അപ്പോഴും സെല്ലേഴ്സ് ക്യാൻഡിൽ അതിന് അടിയെ കൊണ്ടുപോയി നിർത്തി. ഈ അടിയെ കൊണ്ടുപോയി നിർത്താന്ന് പറഞ്ഞാൽ പിന്നെ അടിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് അർത്ഥം. പിന്നെയും ബയേഴ്സ് ക്ലോസ് ചെയ്തു, പിന്നെ സെല്ലേഴ്സ് കറക്റ്റ് നമ്മുടെ ലെവലിൽ നിന്ന് റിജക്ഷൻ വന്നു. അപ്പോൾ നമുക്ക് എൻട്രി ആയി. അപ്പോൾ അത് കറക്റ്റ് ലിമിറ്റ് ഓർഡറിൽ ഇറങ്ങി കിട്ടിയേക്കണത്. അതൊരു 10 പോയിന്റ് നമുക്ക് എസ്സിലുണ്ട്. കറക്റ്റ് 10 പോയിന്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിന്നിട്ടാണ് 50 പോയിന്റ് ടാർഗറ്റിക്ക് അത് പോയിക്കണത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ ലെവലുകൾ. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത് 24,300C ആണ്. 24,300C 184,90 ഓടിക്കാനാണ് പറഞ്ഞത്. 184,90 നമുക്ക് കാണാം. ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, അതിൻ്റെ മുകളിലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഇവിടെ നിന്ന് നമുക്ക് സെല്ലേഴ്സ് ഇല്ല. 3-4 മിനിറ്റായിട്ട് സെല്ലേഴ്സിന് ഇട്ട് 5-ാമത്തെ മിനിറ്റാണ് സെല്ലേഴ്സ് വന്നത്. അപ്പോൾ സെല്ലേഴ്സ് ക്യാൻഡിൽ കണ്ടാൽ നമുക്ക് കയറാം ധൈര്യമായിട്ട്, ഒരു പ്രശ്നമില്ല. ഇവിടെ നിന്ന് 10 പോയിന്റ് ബഫർ ഇട്ടാൽ വരെ ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കില്ല. അത് അത്രയും ടൈം എടുത്തിട്ടാണ് ആ ടാർഗറ്റ് അടിച്ചാണത്. നമുക്ക് കാണാം 10:30 തുടങ്ങിയ ട്രേഡാണത്. നമുക്ക് 1:30 ആകുമ്പോഴാണ് ടാർഗറ്റിക്ക് വന്നതാണത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ലെവലുകളാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുന്ന ലെവലുകളല്ല. അതായത് കറക്റ്റ് പ്രൈസ് നമ്മുടെ ലെവലിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, അതായത് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ അത്ര പെട്ടെന്നൊന്നും സ്റ്റോപ്പ് ലോസിക്ക് വരില്ല ലെവൽസിലൊന്നും. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ലെവലുകളാണ് അതൊക്കെ. അപ്പോൾ ഇത്രയും ട്രേഡാണ് ഇന്നുണ്ടായിരുന്നത്. ഓൾറെഡി 4 ടാർഗറ്റും ഒരു സ്റ്റോപ്പ് ലോസാണ് ഇന്നത്തെ ട്രേഡ്. അതായത് ഓൾമോസ്റ്റ് ഒരു 300 പോയിന്റ് ടാർഗറ്റ്, 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. അങ്ങനെയാണ് കറക്റ്റ് ഓവറോൾ വന്നങ്ങനെ ഇന്നത്തെ. ഇത് ഞാനിപ്പോൾ തള്ളി മറിക്കണതല്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം, നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഈ ലെവൽസൊക്കെ മുൻകൂട്ടി തരുന്നതാണ്. നമ്മുടെ ലെവൽ അത് പ്രൈസ് നമ്മുടെ ലെവലിൽ നിന്ന് പോയ ശേഷം പിന്നെ അത് കയറിക്കൊന്നും അല്ല പറയണത്. നമ്മുടെ ലെവൽസിൽ ആർക്കും വേണം ട്രേഡ് എടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ലെവലിൻ്റെ മുകളിൽ ക്യാൻഡിൽ, അതായത് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, പിന്നെ ആ ലെവലിൻ്റെ മുകളിൽ തന്നെ സെല്ലേഴ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കാം. ഹ്യൂജ് ചാൻസാണ് വിൻ ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് വെറുതെ ഒരു പഠിപ്പല്ല, ഞാൻ ചെയ്യണ അതേ ടെക്നിക്ക്, അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കണ എമൗണ്ട് അല്ല, അടിപൊളി ഒരു എമൗണ്ട് തന്നെ എല്ലാ ദിവസവും എൻ ചെയ്യാൻ പറ്റും.
അത് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചാണ് നിങ്ങളുടെ പ്രോഫിറ്റൊക്കെ വരുന്നത്. 1000 രൂപ കൊണ്ടുവന്നിട്ട് 5000 രൂപ ഉണ്ടാക്കണ ടെക്നിക്കൊന്നും പഠിച്ചിട്ടില്ല. ക്യാപിറ്റൽ ഒരു 10,000 രൂപയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. 1000 രൂപയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്പയറി ഡേയ്സിൽ എടുക്കില്ലേ 10 രൂപ ഷെയർ 20 ഷെയർ, അതൊക്കെ 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് 300 രൂപയ്ക്കൊക്കെ എത്തും. പക്ഷെ എല്ലാ ആഴ്ച എക്സ്പീരിയൻസിലൊന്നും അത് എത്തില്ല. അപ്പോൾ അത് എല്ലാ ദിവസവും നടക്കില്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളൊരു 10,000 രൂപയ്ക്കാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ദിവസം 2000, 3000, 4000, 5000 ഒക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അത് ക്യാപിറ്റലാണ് നിങ്ങളുടെ പ്രോഫിറ്റിനെ തീരുമാനിക്കുന്നത്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. നമുക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോൾ ആ ക്യാപിറ്റൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്യാപിറ്റലിനാണ് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞ റൂൾസിൽ 10 പോയിൻറ്റ് SL ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമേ വലിയ പരിപാടിയിൽ. നഷ്ടം എന്ന് പറഞ്ഞ സാധനം നമുക്കില്ല. ഒരു ദിവസം തീരുമ്പോൾ ഒരു ട്രേഡിലൊക്കെ നഷ്ടം വരുമായിരിക്കും. പക്ഷെ നമ്മൾ തൊട്ടപ്പുറത്തെ ട്രേഡിൽ നമ്മൾ സിമ്പിളായിട്ട് റിക്കവർ ആയിട്ട് പോകും. കറക്റ്റ് റൂൾസ് ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഈസിയാണ്. അല്ലാണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ട് ഇടണം. അത് നിങ്ങൾ ബ്രാക്കറ്റ് ഓർഡർ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ കട്ടായി ഇറങ്ങാം. അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല. സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്. ടാർഗറ്റും നിർബന്ധമാണ്. എന്താണെന്ന് വെച്ചാൽ 1:3 മിനിമം നിങ്ങൾ ടാർഗറ്റ് എടുക്കണം. കുറച്ച് ലോട്ടൊക്കെ അവിടെ സെല്ല് ചെയ്ത് കളയാം. കുറേ ലോട്ടോട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ കുറച്ച് ലോട്ടൊക്കെ 1:3 തന്നെ സെല്ല് ചെയ്ത് കളയാം. പിന്നെ 1:5 ഇരിക്കാം. നമുക്ക് 1:5 കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് 10 മിനിറ്റിനുള്ളിൽ കിട്ടും. ഇനി ഇപ്പോൾ ഇന്നത്തെ ട്രേഡ് ഉണ്ട് ലേറ്റായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തന്നെ പോകാൻ പറ്റും അവിടെയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സെറ്റിങ്സുകൾ. പിന്നെ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോട്ടൽ ഇന്നത്തെ ഓവറോൾ പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും കാര്യമാണ്. അത് ആദ്യമായിട്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യണത്. ഇന്ന് അത്രയും നല്ല പ്രോഫിറ്റ് വന്ന ദിവസമായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് പുതിയതായിട്ട് കയറുന്നവർക്കൊരു ഒരു പ്രചോദനം ആയിക്കോട്ടെ, അങ്ങനെ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ്. 4 ടാർഗറ്റാണ് ഇന്ന് അടിച്ചത്. ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ വേറെ ഏത് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് നോക്കിയാലും ശരി, ഇത്രയും പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കണം. മെയിനായിട്ട് നമുക്കറിയാവുന്ന ട്രേഡേഴ്സ് ആരെങ്കിലും 4 ടാർഗറ്റ് ഇന്നത്തെ ദിവസം അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്രയും പ്രോപ്പർ റൂൾസ് വെച്ചിട്ട് അത്രയും 10 പോയിൻറ്റ് SL കറക്റ്റ് കീപ്പ് ചെയ്തിട്ട് ട്രേഡ് എടുത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ആ ചലഞ്ച് ഞാൻ നിങ്ങൾക്കാണ് വിട്ടുതരുന്നത്. ഇതൊരു ചലഞ്ചായിട്ട് തന്നെ കൂട്ടിക്കോളൂ. നമ്മൾ ഫുൾ ടൈം ട്രേഡ് ചെയ്തിട്ടല്ല ടൈം പറയണത്. നമ്മളൊരു 11 മണി വരെ ട്രേഡ് ചെയ്ത്, അതായത് നമ്മൾ എൻട്രികൾ കറക്റ്റ് ഒരു 10 മണി 10:30 നമ്മൾക്ക് എൻട്രികൾ തീർന്നു. ടാർഗറ്റുകൾ കിട്ടാനാണ് ടൈം എടുത്തത്, അത്രയുള്ള വ്യത്യാസം. നിങ്ങൾ 1 മണിക്ക് ഇരുന്നിട്ട് എൻട്രികൾ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ട്രേഡുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയല്ല, ഒരു 10 മണി 10:30 നമുക്ക് എൻട്രികളൊക്കെ തീർന്നു. നമുക്ക് പിന്നെ ടാർഗറ്റിനെ വെയിറ്റിംഗ് ഉള്ളൂ. നമുക്ക് 1:30 ആകുമ്പോഴാണ് നമുക്ക് ലാസ്റ്റ് ടാർഗറ്റ് അടിക്കണത്. അതായത് നിഫ്റ്റിയിലൊരു 50 പോയിൻറ്റ് 1:5 കറക്റ്റ് അടിക്കുന്ന ടാർഗറ്റുകൾ അതാണ്. അപ്പം അങ്ങനത്തെ ട്രേഡുകളൊക്കെ എടുത്ത യൂട്യൂബേഴ്സിനെ അറിയുകയാണെങ്കിൽ അവരുടെ പേരുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അത്രയും നല്ലൊരു അടിപൊളി ട്രേഡിങ് ദിവസമായിരുന്നു. നമുക്ക് കാണാം, ഞാനിവിടെ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് 1:30-ക്കാണ്. 1:30-ക്കാണ് നമ്മൾ ലാസ്റ്റ് ടാർഗറ്റ് അടിച്ചത്. പക്ഷേ ഇതൊക്കെ 10:30-ക്ക് ആക്റ്റീവായിട്ടുള്ള ട്രേഡുകളാണ്. നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. അത് തികച്ചും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആർക്ക് വേണമെങ്കിലും കയറാൻ പറ്റും. സ്പോട്ട് ചാർട്ടിലുള്ള എൻട്രികളുണ്ട്, സ്ട്രൈക്കിലുള്ള എൻട്രികളുണ്ട്. എല്ലാം തികച്ചും ഫ്രീ ആണ്. നമ്മൾ പിന്നെ ബിറ്റ് കോയിനും എത്തേറിയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ക്രിപ്റ്റോ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആണെങ്കിലും കയറാം. നല്ല എൻട്രികൾ അതിൽ കിട്ടുമ്പോൾ ഞാൻ പറയും. എല്ലാ ദിവസവും എൻട്രി ഉണ്ടാവില്ല, നല്ല എൻട്രികൾ വരുന്ന ടൈമിലാണ് ഞാൻ അത് പറയുള്ളൂ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഞാനിതിലിപ്പോൾ ഇത്രയും ടാർഗറ്റുകൾ ഇപ്പോൾ എല്ലാ ദിവസവും ഒരുവിധം ദിവസങ്ങളൊക്കെ നമുക്ക് ടാർഗറ്റ് ഉണ്ട്. ഇത്രയും ടാർഗറ്റ് അടിക്കുമ്പോഴും നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വ്യൂസിലേക്ക് നമുക്ക് യൂട്യൂബിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. മാക്സിമം നമ്മുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുടെ ഗ്രൂപ്പുകളുണ്ടാവും, നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളുണ്ടാവും, ട്രേഡിങ് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇൻസ്റ്റാഗ്രാം കയറിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ അതിലത്തെ പോസ്റ്റുകളൊക്കെ ഒന്ന് റീഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. റീഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ മാക്സിമം അതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ അതിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ
5 രൂപ ആരെയൊന്നും മേടിച്ചിട്ടല്ലല്ലോ ചെയ്യണത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ റീഷെയർ ചെയ്യാം, പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ ട്രേഡിങ് ചെയ്ത് ലോസായി നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക്. എന്ത് ചെയ്താലും ലോസ് വരുന്ന ആൾക്കാരുണ്ടാവും. അവരവരനെ തന്നെ കുറ്റപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ കൂടി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവും. ഞാനത് കൂടെ കടന്നുപോയ ആളാണ്. അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്കാണെങ്കിലും ഇത് റീഷെയർ ചെയ്ത് കൊടുക്കുക. ട്രേഡിങ് പഠിക്കാൻ നമുക്ക് അതിയായ താല്പര്യമുണ്ട്, അതിന് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റും. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്ത് ചോദിക്കാം. ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും നമ്മുടെ ലെവൽസിലില്ല. നമുക്ക് ബൈ ചെയ്യണത് തൊട്ടിട്ട് നിങ്ങളെങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കാം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണത് തൊട്ടിട്ട്, അതായത് അപ്സ്റ്റോക്ക്, സെറോദ, ദെൻ ഇത്രയിലും എനിക്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെയും നിങ്ങൾക്കും വേണമെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, ട്രസ്റ്റബിളാണ്. അപ്പോൾ അതിലൊക്കെ അക്കൗണ്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ബൈയും സെല്ലും ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ എക്സ്ട്രീം കണ്ടീഷൻ വരെ പോയിട്ട് പിന്നെ അതിലൊരു കറക്റ്റ് ഒരു ഇൻകം, അതായത് കറക്റ്റ് ഞാനിപ്പോൾ ചെയ്യണ ഇതേ ഒരു ഇൻകം നിങ്ങൾക്ക് ഏൺ ചെയ്യണമെങ്കിൽ ഏൺ ചെയ്ത് തരാൻ എന്നെ കൊണ്ട് പറ്റും. നമ്മുടെ കറക്റ്റ് ലെവൽസ് നിങ്ങൾക്ക് പറഞ്ഞു വന്നുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസുള്ള ട്രേഡിങ് ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതിന് പ്രോപ്പർ ലേണിംഗ് ഉണ്ടെങ്കിലേ ഉള്ളൂ ട്രേഡിങ് ഈസി. ഇത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വലിയ പഠിപ്പിക്കൊന്നും പോകേണ്ട കാര്യമില്ല ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ സെബി രജിസ്ട്രേഡ് ആയ ആൾക്കാരുണ്ട്, സെബി രജിസ്ട്രേഡ് അല്ലാത്ത ആൾക്കാരുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും ട്രേഡിങ്ങിൽ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു 10ൽ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാ സബ്ജക്റ്റും പഠിക്കും അല്ലേ? 10ാം ക്ലാസ്സിലൊക്കെ നമ്മളെല്ലാ സബ്ജക്റ്റും പഠിക്കും. പക്ഷേ നമ്മൾ 10 കഴിഞ്ഞ് ഒരു +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് എത്തുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിലേ പഠിക്കുള്ളൂ. നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്യണത്. അപ്പോൾ ആ സ്പെഷ്യലൈസേഷൻ ഇതിൽ വേണ്ടോ? ഞാൻ പറഞ്ഞു തരുന്ന, ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കാം. അതാണ് ഞാൻ തരുന്ന ഒരു ഗ്യാരണ്ടി. പ്രോഫിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് പഠിച്ചേ പറ്റൂ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിൻ്റെ ലെവൽസ് ഒന്നും അറിയില്ലെങ്കിൽ, മാനിപ്പുലേഷൻസ് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങളതിൽ 2-3 ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ പിന്നെ ലോസിലേക്ക് പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ട്രേഡിങ്ങിൻ്റെ ഉള്ളിലത്തെ പ്രശ്നങ്ങൾ. പിന്നെ 95% ആൾക്കാരും ലോസിലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അറിവില്ലാതെയാണ് ട്രേഡ് ചെയ്യണത്. എനിക്കും DMs വരുന്നുണ്ട്. അറിവില്ലാതെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കാശ് കളയുന്ന ആൾക്കാരുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് സീറോ നോളജാണ് മെയിനായിട്ട്. പിന്നെ നിങ്ങൾ 2 ബൈയും സെല്ലും ചെയ്തു ഒരു ലോട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡർ ആവില്ല. പിന്നെ തോന്നിയ പോലെ SL ഇട്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ക്യാൻഡിൽ ക്ലോസിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ. അതായത് പ്രോപ്പർ 10 പോയിന്റ്, അപ്പോൾ 10 പോയിന്റ് SL പറയണത് ഇതിൽ. ഈ 10 പോയിന്റ് ഒരു വിക്ക് വന്നവരെ ആ 10 പോയിന്റ് SL പോയി, പിന്നെ ട്രേഡ് ഇല്ല അവിടെ. പിന്നെ അത് തിരിച്ച് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ക്യാൻഡിൽ ക്ലോസിലൊന്നും വിൽക്കണ്ട. ക്യാൻഡിൽ ക്ലോസൊക്കെ നമ്മൾ സ്റ്റോക്കിൽ മാത്രമേ നോക്കണുള്ളൂ. ഇതിലൊന്നും ക്യാൻഡിൽ ക്ലോസ് ഇല്ല. നമുക്ക് വിക്ക് വന്നവരെ നമ്മുടെ SL പോവും. അപ്പോൾ അങ്ങനെയാണ് ട്രേഡിങ്. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ കാണാം. ബൈ.